ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏകോപനം ഉണ്ടായില്ലെന്ന് കോടതി. സ്പോട്ട് ബുക്കിംഗ് 5000 കുറയ്ക്കാൻ തീരുമാനം. കാനനപാത വഴിയും 5000 പേരെ മാത്രം കടത്തിവിടും. തിങ്കളാഴ്ച വരെ നിയന്ത്രണം. കോഴിക്കോട് UDF കണ്ടുവച്ച മേയർ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്ന കോടതിയുടെ പരിഹാസം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനമുടൻ. തിരുവനന്തപുരത്തെ വിമത സ്ഥാനാർത്ഥിയും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ ശ്രീകണ്ഠനെ പുറത്താക്കി CPM. കേരളത്തിലെ SIR ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കും. SIR നടപടികളിൽ വൻ പുരോഗതിയെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി. അനീഷിന്റെ കുടുംബത്തെ കമ്മീഷൻ സഹായിക്കും. 97% എനുമറേഷൻ ഫോംസ് നമുക്ക് 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പതിനഞ്ചുകാരനെ ISൽ ചേർക്കാൻ ശ്രമിച്ച കേസിലെ FIR ന്യൂസ് 18. UK-യിലുള്ള അമ്മയ്ക്കും ആൺ സുഹൃത്തിനുമെതിരെ UAPA. തുറന്നു പറഞ്ഞ് അനാഥാലയത്തിൽ കഴിയുന്ന മകൻ. വെമ്പായം സ്വദേശി അൻസറിനെ പ്രതിയാക്കി വെഞ്ഞാറമൂട് പോലീസ്. വൈറ്റിലയിലെ ബാറിൽ വടിവാളുമായി എത്തി ആക്രമണം നടത്തിയത് ഔറംഗസീബിന്റെ ഗുണ്ടാ സംഘം. പെൺസുഹൃത്തിനെ ശല്യം ചെയ്തത് പ്രകോപനം. കേസിൽ മോഡൽ അലീന ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി ഔറംഗസീബ് ഒളിവിൽ. പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാവിന് തിരിച്ചടി. S സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ. ബാങ്ക് പ്രസിഡന്റും 6 ഭരണസമിതി അംഗങ്ങളും 46 ലക്ഷം വീതം അടയ്ക്കണം. നടപടി നിയമം ലംഘിച്ച് വായ്പയെടുത്ത് ബാങ്കിന് നഷ്ടമുണ്ടാക്കിയതിൽ. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്നുവെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആക്രമണ തോത് കൂടുന്നുവെന്ന പ്രചാരണം പാമ്പ് കടിയും കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ട് വനം വകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രമോദ് G. കൃഷ്ണൻ ന്യൂസ് 18നോട്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. തിങ്കളാഴ്ച വരെയായിരിക്കും ഈ നിയന്ത്രണമെന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി ഇന്ന് വിമർശിച്ചിരുന്നു. ശബരിമലയിൽ ഏകോപനമില്ലെന്നും 6 മാസം മുൻപെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ അയ്യപ്പന്മാരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. എന്തുകൊണ്ട് 6 മാസം മുമ്പേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയില്ല എന്ന് കോടതി ഇരുവരോടും ചോദിക്കേണ്ട ഈ വലിയ വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മാത്രമല്ല ഈ വെർച്വൽ ക്യൂവിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ വന്നു? അതിന് പുറമേയും 10000 ആളുകളോളം ഒരു ദിവസം മല കയറുന്നു എന്നാണ് റിപ്പോർട്ട്. അതിന്റെ കണക്ക് എന്താണ്? 90000 പേർ ഒരു ദിവസം മല കയറുന്നു എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് 90000 പേരുടെ ക്യൂ നീളുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തണമെന്ന് കോടതിയിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഈ 80 പേർ തന്നെ ഒരു മിനിറ്റിൽ കയറണം എന്നിത്ര നിർബന്ധം പിടിക്കുന്നത് എന്താണ്? അത് 50 പേരായി ചുരുക്കാൻ പറ്റില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്തരെ തള്ളി മാറ്റുന്നത് അഭികാമ്യമല്ല. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഏറെയും വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ പ്രായമായ സ്ത്രീകളാണ്, അവരെ പരിഗണിക്കണം, കുഞ്ഞുങ്ങളെ പരിഗണിക്കണം. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം.
ഭക്തരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 5000 പേരെ ആണ് ഒരു ദിവസം സ്പോട്ട് ബുക്കിങ്ങിന് അനുവദിച്ചിരിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം ബാക്കി വിശദാംശങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും പോലീസിന് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ സംവിധാനങ്ങൾ വേണം, ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ വേണം. സ്റ്റാമ്പേഡ് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനേക്ക് ഭക്തരെ തള്ളിവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി ആവർത്തിച്ച് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിനു മുൻപേ തന്നെ സർക്കാർ ഇപ്പോൾ കോടതിയിൽ 5000 പേരെ സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു ദിവസം ശബരിമലയിൽ 5000 പേരായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതി കൂടുതൽ കോടതി വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വിമർശനമാണ് ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിലുള്ള അല്ലെങ്കിൽ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള അപാകതയിൽ കോടതിയിൽ നിന്നും ഉണ്ടായത്. ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടപ്പാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ കോടതിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നു. പാതി വഴിയിൽ ഭക്തർ മടങ്ങിപ്പോയ സംഭവത്തിൽ തനിക്ക് പശ്ചാത്താപമുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡേ ഒന്നും ഇത്രയൊന്നും വരവ് ആരും പ്രതീക്ഷിച്ചില്ല, മനസ്സിലായില്ല. അത് എന്തുകൊണ്ടോ ഈ വർഷം വളരെ പെട്ടെന്ന് ആളുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു എന്നുള്ളത് ഒരു അഭൂതപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഏതായാലും ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ്, ഇതൊരു പക്ഷേ അയ്യപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തന്നൊരു നിമിത്തമാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇന്നലെ ഒന്നും സംഭവിച്ചില്ല. അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതൊരു 1 മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്തു വിട്ടു. ഇനി ഇതുണ്ടാവരുത് എന്നാണ് നമ്മൾ എന്തിൽ നിന്നൊരു സൂചന, ഒരു മെസ്സേജ് വായിക്കണമല്ലോ. ഞാൻ വായിച്ചെടുത്ത മെസ്സേജ് അൺലെസ് യു ആർ കെയർഫുൾ തിങ്സ് വിൽ ഗോ ഔട്ട് ഓഫ് ഹാൻഡ് എന്നാണ് അതുകൊണ്ട് തന്നെ പമ്പയിലെ ക്രമീകരണം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും. ഭീതിതമായ സാഹചര്യം ഒഴിഞ്ഞ് ശബരിമലയിൽ ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതു മുതൽ തടസ്സമില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം ലഭിച്ചു. നിലയ്ക്കൽ ബേസാക്കിയാണ് നിലവിൽ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. NDRFന്റെ ആദ്യ സംഘം ഇന്ന് സന്നിധാനത്ത് എത്തി ചുമതലയേറ്റു. അപായത്തിന്റെ ആശങ്ക ഒഴിഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ഭക്തർക്ക് ഇന്ന് അയ്യപ്പ ദർശനം. ക്രമാതീതമായ തിരക്കൊഴിവാക്കാൻ ദേവസ്വം ബോർഡും പോലീസും കൈക്കൊണ്ട നടപടികൾ ഫലം കണ്ടു. തീർത്ഥാടകർ പമ്പയിലേക്ക് നേരിട്ടെത്തുന്നത് ഒഴിവാക്കി നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കിയതായിരുന്നു പ്രധാന നടപടി. സ്പോട്ട് ബുക്കിങ്ങിന് നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തു. മല കയറിയ ഭക്തർക്ക് ശുദ്ധജലവും ലഘുഭക്ഷണവും ഉറപ്പാക്കി. ശരംകുത്തി, മരക്കൂട്ടം തുടങ്ങിയിടങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. മെഡിക്കൽ സേവനവും പൂർണ്ണതോതിലായി. കേന്ദ്രസേനാ വിഭാഗമായ NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് ഡ്യൂട്ടി ആരംഭിച്ചു. ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം ഇന്ന് രാത്രി വൈകി ശബരിമലയിലെത്തും. ഇന്നലത്തെ സ്ഥിതി ഭയപ്പെടുത്തിയെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് S. ജയകുമാറിന്റെ പ്രസ്താവനയിൽ സർക്കാരിന് നീരസമുണ്ട്. സ്ഥിതി സങ്കീർണമായിരുന്നില്ല എന്നായിരുന്നു ADGP S. ശ്രീജിത്തിന്റെ വാക്കുകൾ. സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി പ്രധാന ക്ഷേത്രങ്ങളിൽ CPM കുഴപ്പമുണ്ടാക്കുന്നുവെന്ന ആരോപണത്തിന്റെ വേര് എവിടെയെന്നറിയാമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി. എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. CPMകാർ ഇതൊക്കെ ചെയ്യുന്നത് BJPക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് എന്ന ആ ചിന്തയുടെ വേരെവിടെയാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇത് ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ്, വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ്, വിശ്വാസത്തെ തകർക്കാനാണ്, ആരെങ്കിലും രക്ഷിക്കാനാണെന്ന് വിചാരിക്കുന്നില്ല. PRD പുറത്തുവിട്ട കണക്കനുസരിച്ച് 85,000 പേരാണ് ഇന്നലെ മല ചവിട്ടിയത്. പിന്നെ എങ്ങനെ ഇത്രയധികം തിരക്കുണ്ടായെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ന്യൂസ് 18 സന്നിധാനം. ശബരിമല തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരിച്ചു പോകുന്നു. ശബരിമല സീസൺ ഇത്രയധികം പ്രശ്നമാക്കിയ വേറൊരു സർക്കാരില്ല. നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ UDF സംഘം ശബരിമലയിൽ എത്തുമെന്നും VD സതീശൻ പ്രതികരിച്ചു. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സർക്കാർ ഒരു മുന്നൊരുക്കവും നടത്തിയില്ലെന്ന് രമേശ് ചെന്നിത്തല. ശബരിമലയിലേത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. സർക്കാർ ഉറങ്ങുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പോലീസ് വേണ്ടത്ര പോലീസില്ല.
അവകാശ ലംഘനമെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി. ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ല. ഇന്നലെ ഉണ്ടായ തിരക്കിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സംവിധായകൻ VM വിനുവിന് കഴിയില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി ആയതുകൊണ്ട് വിനുവിന് പ്രത്യേകതയൊന്നും ഇല്ലെന്നും സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ഒന്നു തന്നെയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതോടെ വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പിൻവലിച്ചു. പകരം മെഡിക്കൽ കോളേജ് സൗത്ത് സ്ഥാനാർത്ഥിയായി രമ്യ കെയെ കോൺഗ്രസ് നിശ്ചയിച്ചു. അതിരൂക്ഷമായ പരാമർശങ്ങളോടെയാണ് VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികൾക്കും സാധാരണ പൌരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം. താങ്കൾ ഈ രാജ്യത്തെ പൌരനല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. വിനുവിനെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. ഞാൻ കോടതിയുടെ വിധിയെ ഞാൻ മാനിക്കുന്നു. അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. കോടതി വിധിയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതായി സ്ഥാനാർത്ഥി VM വിനു വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സമയം അനുവദിക്കുകയാണെങ്കിൽ പ്രവർത്തനമുണ്ടാവും. പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കില്ല. വികസന കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാനുള്ള അഭ്യർത്ഥന അംഗീകരിച്ചതെന്നും VM വിനു പറഞ്ഞു. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ചിരുന്നു. ഇവരെല്ലാവരും കൂടി വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവർ കോഴിക്കോടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലായി ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതല്ലാണ്ട് വേറൊരു അംഗീകൃതലാവോ മറ്റോ കാര്യങ്ങളോ ഇതൊക്കെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ജീവിതങ്ങളും കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കിട്ടലാണ്. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും VM വിനുവിനെ പിൻവലിക്കുന്നതായി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിച്ചു. പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ്. മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും. VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ CPM രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാണ് പൂർണ്ണമായ വീഴ്ചയുണ്ടായത്. സാംസ്കാരിക രംഗത്തെ ഒരു മുഖമായ VM വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് വേദനയുണ്ടെന്നും CPM പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, അതിൽ ഏറെ സന്തോഷം DCCയുടെ പ്രസിഡന്റ് ഇപ്പം നിങ്ങളുടെ മുമ്പാകെ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു എന്നതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിയമപരമായി നേരിടും. അതിന് ഭരണക്കാരെ വിമർശിച്ചിട്ടൊന്നൊരു കാര്യമില്ല. വിനു മത്സരരംഗത്തു നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പൊതുരംഗത്തു നിന്നും പൊതുസമ്മതനായ ഒരാളെ തന്നെ രംഗത്തിറക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. സാംസ്കാരിക മേഖലയിൽപ്പെട്ട പ്രവർത്തകരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയായ ബിന്ദുവിനും വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അവർക്ക് പകരമായി K രമ്യ എന്ന സ്ഥാനാർത്ഥിയെ പുതുതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ പുതിയ സ്ഥാനാർത്ഥി രംഗത്തുണ്ടാവും. പക്ഷേ മേയർ സ്ഥാനത്തേക്കടക്കം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ തന്നെ മത്സരിക്കുന്ന KPCC സെക്രട്ടറിയായ PM നിയാസ് ആവും ഇനി മേയർ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം വൈകാതെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ വൈഷ്ണയും പരാതിക്കാരനും വിശദീകരണം നൽകിയിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് UDF. അതേസമയം വൈഷ്ണ വ്യാജവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന ആരോപണത്തിൽ പരാതിക്കാരനായ സുധീഷ് കുമാറും ഉറച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുമോ എന്ന കാര്യത്തിൽ നാളെ അന്തിമ ചിത്രം വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈഷ്ണയുടെയും പരാതിക്കാരനായ സുധീഷ് കുമാറിന്റെയും വാദങ്ങൾ വിശദമായി തന്നെ കേട്ടിരുന്നു. പരാതിക്കാരൻ ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വ്യാജവിലാസത്തിലാണ് വൈഷ്ണയുടെ പേര് ചേർത്തത് എന്നാണ് സുധീഷിന്റെ പരാതി. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും സുധീഷിന്റെ വീടിരിക്കുന്ന പേരിൽ ഇപ്പോഴും
നിരവധി പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നുമാണ് വൈഷ്ണയുടെ മറുവാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടതിന് ശേഷമാണ് തീരുമാനം ഹൈക്കോടതിയെ അടുത്ത ദിവസം അറിയിക്കുക. ഹൈക്കോടതിയെ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനം. ഈ കേസ് അടുത്ത ദിവസം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോഴാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തീരുമാനം ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്. എന്തായാലും തീരുമാനമൊന്നും ഇതുവരെ വരാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം തുടരുമ്പോഴും പ്രചാരണ രംഗത്ത് വൈഷ്ണ സജീവമാണ്. UDF ക്യാമ്പ് സജീവമാണ്. വീട് കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിലാണ് വൈഷ്ണ സുരേഷും UDF പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വൈഷ്ണയ്ക്ക് വോട്ട് തേടി ഈ വാർഡിൽ സജീവമാകുന്നുണ്ട്. എന്തായാലും അനുകൂലമായ ഒരു തീരുമാനം വൈഷ്ണയ്ക്ക് അനുകൂലമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. SIR-നെതിരെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് PR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു വന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഹർജിക്കാർ അറിയിച്ചതോടെയാണ് അടിയന്തരമായി വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. എന്നാൽ SIR ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാണ് CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. സംസ്ഥാനത്ത് SIR നടപടികളിൽ വൻ പുരോഗതിയെന്ന് കമ്മീഷൻ. 97% എന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്തുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ U. രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. BLOമാർക്ക് ജോലി സമ്മർദ്ദം എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കമ്മീഷൻ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ തിരികെ വാങ്ങുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLOമാരുടെ സഹായം തേടും. BLAമാരുടെ സഹായം തേടും. ഇതിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ നേരത്തെ LDFും UDFും തീരുമാനിച്ചു. ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫോം കളക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ. ഇതാണ് ആദ്യമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. 97+% എന്യൂമറേഷൻ ഫോംസ് നമുക്ക് 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാർക്ക് ജില്ലാ കളക്ടർമാരിൽ നിന്ന് സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്ന പരാതി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനുടെ ജോലി ചെയ്യുവാണെങ്കിൽ that person will be considered as the public servant for work of Election Commission of India. നമ്മൾ CEO എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് BLO. അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ സെക്ഷൻ 121 ഓഫ് BNS. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി എന്നതിന് തെളിവായി പരാതി. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 18-ാം നമ്പർ ബൂത്തിലെ കോൺഗ്രസ് ഏജന്റ് വൈശാഖ് നവംബർ 8-ന് കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള സൂചനയുള്ളത്. കോൺഗ്രസുകാരനായ BLAയെ ഉൾപ്പെടുത്തി SIR ജോലി ചെയ്താൽ CPMകാർ തടയുമെന്നും പ്രശ്നമുണ്ടാക്കുമെന്നും അനീഷ് ജോർജ് ഭയപ്പെട്ടു എന്നാണ് പരാതിയിലുള്ളത്. 15-കാരനായ മകനെ ഭീകര സംഘടനയായ ISൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് അമ്മയ്ക്കും അമ്മയുടെ ആൺ സുഹൃത്തിനുമെതിരെ UAPA ചുമത്തിയ കേസിൽ FIR ന്യൂസ് 18. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലാണ് സംഭവം നടന്നത്. 2025 നവംബർ 14-നാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തത്. വെമ്പായത്ത് 15 വയസ്സുകാരനായി ISISൽ ചേർക്കാൻ നീക്കം നടത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തിക്കൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാതി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും മിലിറ്ററി ഇന്റലിജൻസും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്ക് ആസ്പദമായ സംഭവം 2021 നവംബർ 1-നും 2025 ഒക്ടോബർ 31-നും ഇടയിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് വിവരം. FIRൽ കൃത്യമായി പറയുന്നത് ഈ കുട്ടിയുടെ മാതാവ് 15 വയസ്സുകാരൻ്റെ മാതാവ്
തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായിരുന്നു. അവർ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു. അവർ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചതോടെയാണ് മതം മാറുകയും പിന്നീട് പേര് മാറ്റുകയും ഒക്കെ ചെയ്തത്. അവർ ജോലിയുമായി ബന്ധപ്പെട്ട ഇംഗ്ലണ്ടിൽ താമസിക്കുന്നതിനിടയിൽ, കുടുംബസമേതം ഇംഗ്ലണ്ടിൽ താമസിക്കുന്നതിനിടയിലാണ് കുടുംബ സുഹൃത്തായ ഒരാൾ ഈ കുടുംബത്തെ മതപരമായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും തീവ്ര മതാനുഷ്ഠാനങ്ങൾ ദിനചര്യയാക്കി മാറ്റണം എന്ന തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങുകയും ചെയ്തത്. ഇതോടെ ഈ കുട്ടിയുടെ മാതാവ് ഈ വ്യക്തിയുമായി വളരെ അടുപ്പത്തിലാവുകയും ആ അടുപ്പത്തിൽ പ്രകോപിതനായി പിതാവ് കുടുംബത്തിൽ നിന്ന് അകന്നു മാറുകയുമായിരുന്നു. അങ്ങനെ കഴിയുന്നതിനിടയിലാണ് ഈ 15 വയസ്സുകാരനെ ഈ രണ്ടാനച്ഛൻ തൻ്റെ ലാപ്ടോപ്പിൽ ISISന്റെ ഭീകരവാദികൾ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തലവെട്ടി കൊലപ്പെടുത്തുകയും അതോടൊപ്പം വലിയ കല്ലുകൾ തലയിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ തുടർച്ചയായി ലാപ്ടോപ്പിൽ കാണിക്കുകയും അതോടൊപ്പം ISISന്റെ ഭാഗമായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് പറഞ്ഞ് ഈ 15 വയസ്സുകാരനെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പ്രധാനമായി ഈ കുട്ടി മൊഴിയായി എടുത്തു പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളടക്കം ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തിയതിനു ശേഷമാണ് UAPയെ ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ISISമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു 15 വയസ്സുകാരനെ സിറിയയിലേക്ക് അയക്കാനായി സമ്മർദ്ദം ചെലുത്തി എന്ന തരത്തിലൊരു പരാതി അപൂർവമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ഈ 15 വയസ്സുകാരനെ ആറ്റിങ്ങലിലുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ട് ആക്കുകയായിരുന്നു. അവിടെ വെച്ച് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ അനാഥാലയത്തിൻ്റെ അധികൃതരാണ് പിന്നീട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഈ അച്ഛനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ആറ്റിങ്ങൽ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ED അറസ്റ്റ് ചെയ്തു. സർവകലാശാലയുമായി ബന്ധമുള്ള 25 ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് ശേഷമാണ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ അടക്കം തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എറണാകുളം വൈറ്റില ബാറിൽ വടിവാളുമായി എത്തി ആക്രമണം നടത്തിയത് ഗുണ്ടാ നേതാവ് ഔറംഗസീബും സംഘവും. ഔറംഗസീബിന്റെ പെൺ സുഹൃത്തിനെ ശല്യം ചെയ്തതാണ് പ്രകോപനം. കേസിൽ മോഡലായ അലീന ഉൾപ്പെടെ 3 പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതി ഔറംഗസീബ് ഒളിവിലാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഗുണ്ടാ നേതാവ് ഔറംഗസീബും പെൺസുഹൃത്തും മോഡലുമായ അലീനയും ഉൾപ്പെടുന്ന 5 അംഗ സംഘം കൊച്ചി വൈറ്റിലയിലെ ബാറിൽ മദ്യപിക്കാനെത്തുന്നത്. ഈ മദ്യപാനത്തിനിടെ അലീനയുടെ സമീപത്തിരുന്ന ഒരാൾ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തു. ഇതേ തുടർന്നുള്ള വാക്കുതർക്കമാണ് കൂട്ടനടിയിൽ വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നത്. അതായത് തൊട്ട് സമീപത്തിരുന്ന ആളുമായി ആദ്യം ഔറംഗസീബും സംഘവും കോർക്കുന്നു. അതിനുശേഷം ഇവർ പുറത്തേക്ക് പോയി കാറിൽ നിന്നും വടിവാൾ ഉൾപ്പെടുന്ന മാരകായുധങ്ങളുമായി തിരികെ എത്തുന്നു. അതായത് തിരികെ ബാറിലേക്ക് എത്തുന്ന വഴി ബാറിന് പുറത്തുണ്ടായിരുന്നവരുമായി ഏറ്റുമുട്ടി. അങ്ങനെ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഇവർ ബാറിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ബാറിനുള്ളിൽ വെച്ച് ഈ ബാർ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും അവർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. അതായത് ഇതിന് പിന്നിൽ ഒരു ഗുണ്ടാ കുടിപ്പക ഉണ്ടോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ആ സമയം മരണനീഷന്റെ സംഘത്തിൽപ്പെട്ട ചില ആളുകൾ ആ ബാറിൽ ഉണ്ടായിരുന്നതായി ചില സൂചനയുണ്ട്. അതേക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അലീന ഉൾപ്പെടെ 3 പേരെ, അതായത് അലീന, ഷഹിൻ ഷാ, അല്ലമീൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഔറംഗസീബിനെ കേന്ദ്രീകരിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. അതായത് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ സമയം ഔറംഗസീബ് അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ ബാറിലെ CCTVയിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഔറംഗസീബ് ഉൾപ്പെടെയുള്ളവർ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു.
നിരവധി പേരെ അവർ ആക്രമിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഔറംഗസേബ് ഒളിവിലാണ്. ഔറംഗസേബിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു കൊലക്കേസിലടക്കം, നിരവധി വധശ്രമ കേസിലടക്കം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഔറംഗസേബ്. ഈ അലീന, അതായത് കേസിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അലീന ഒരു മോഡൽ കൂടിയാണ്. ഔറംഗസേബിന്റെ പെൺസുഹൃത്താണ്, തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവാവാണ് ആയുധം ഇവർക്ക് കൊടുക്കുന്നത് എന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ യുവാവും ഒളിവിലാണ്. അതായത് കേസുമായി ബന്ധപ്പെട്ട ഒളിവിലുള്ള മറ്റ് 2 പേരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കന്യാസ്ത്രീക്കെതിരെ പോലീസ് അന്വേഷണം. അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടീന ജോസിനെതിരെയാണ് പരാതി. DGPക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അതിനിടെ ടീന ജോസിനെ തള്ളി CMC സന്യാസിനി സമൂഹം രംഗത്തെത്തി. 2009 ടീന ജോസിനെ പുറത്താക്കിയെന്നാണ് വിശദീകരണം. ഇനി കാസർഗോഡ് ചീമേനി 4ലാംകണ്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന ജനകീയ ഉത്സവമാണ് നെല്ലിക്ക മഹോത്സവം. നിറയെ നെല്ലിമരങ്ങളുള്ള സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് കുട്ടികൾക്ക് ഒരു വലിയ ഉത്സവമാണ്. ഈ കാഴ്ചയോടെ ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഏക്കറുള്ള സ്കൂൾ വളപ്പിൽ നിറയെ കായ്ക്കുന്ന 5 നെല്ലിമരങ്ങളുണ്ട്. 40 വർഷത്തിലേറെയായി ഇവ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആഘോഷമായുള്ള വിളവെടുപ്പ് തുടങ്ങിയിട്ട് 22ാം വർഷമാണ്. PTA കമ്മിറ്റി അംഗങ്ങളായ M. ഹരീശ്വരൻ, രാജീവൻ, A. ശ്രീകാന്ത്, PP മണി എന്നിവരാണ് മരത്തിനു മുകളിൽ കയറി നെല്ലിക്ക ഉതിർത്തിട്ടത്. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് വൃക്ഷച്ചുവട്ടിൽ തുണി വിരിച്ച് നെല്ലിക്ക മുഴുവൻ ശേഖരിക്കുകയും ചെയ്തു. മുഴുവൻ കുട്ടികൾക്കും വിളവെടുപ്പിൽ പങ്കാളികളായ രക്ഷിതാക്കൾക്കും നെല്ലിക്ക വിതരണം ചെയ്തു. മറ്റെങ്ങും എവിടെയും കാണാത്ത രീതിയിൽ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ 5-6 ഏക്കറോളം വരുന്ന സ്കൂൾ ഗ്രൗണ്ടിനകത്ത് പകുതിയോളം തന്നെ നമുക്ക് പറയാൻ പറ്റും നെല്ലിമരങ്ങളാൽ സമ്പുഷ്ടമാണ്. ആ നെല്ലിമരങ്ങളൊക്കെ ഓരോ വർഷവും നിറഞ്ഞ് കായ്ക്കുകയും അത് പറിച്ചെടുക്കുക ഒരു ആഘോഷമാക്കി തന്നെ അത് നാട്ടുകാരുടെയും PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയൊക്കെ കൂട്ടായ്മയോടുകൂടി അത് പറിച്ചെടുക്കുകയും സ്കൂളിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ദിവസം അവിടെ എത്തുന്ന എല്ലാ നാട്ടുകാർക്കും അത് നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ സ്കൂളിനകത്ത് എല്ലാ വർഷവും നടന്നു വരികയാണ്. കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നെല്ലിക്ക മഹോത്സവത്തിന്റെ പ്രത്യേകതയാണ്. വിശാലമായ ജൈവ വൈവിധ്യ പാർക്കുള്ള സ്കൂളിൽ അപൂർവ ഇനം വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമുണ്ട്. വിവിധ ഫലവൃക്ഷങ്ങളാലും സമൃദ്ധമാണ് സ്കൂൾ ക്യാമ്പസ്. പ്രധാന അധ്യാപകൻ BV മാധവൻ, PTA പ്രസിഡന്റ് MV സന്തോഷ്, മദർ PTA പ്രസിഡന്റ് A. ശൈലജ, KM കുഞ്ഞിക്കണ്ണൻ, V. രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചീമേനി.